ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ രാവിലെ തന്നെ അൽഹംദുലില്ലാ അന്ന് തുറക്കം കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട്. ഇന്നിപ്പോൾ റെഡ് അലർട്ടൊക്കെ പ്രഖ്യാപിച്ചൊരു ദിവസമാണ് കേട്ടോ. മഴ ഒന്ന് പെയ്ത് തോർന്ന് അടുത്ത മഴ വരുന്നുണ്ട്. കുട്ടികൾ സ്കൂളിൽ പോകുന്ന ടൈമിൽ മഴ ആകുമ്പോഴാണ് വലിയ ബുദ്ധിമുട്ട്. ഇതൊന്നും നോക്കണ്ട കേട്ടോ, അതൊക്കെ രാത്രികത്തെ ഇവിടുത്തെ ഒരു ഇതാണ്. അതൊക്കെ നമുക്ക് റെഡി ആക്കണം. ഇന്ന് രാവിലെ കറണ്ട് പോകുമെന്ന് പറഞ്ഞപ്പം രാത്രി തേക്കാൻ അയക്കലില്ല കേട്ടോ. ഞാൻ രാവിലെ ആണെങ്കിൽ തേക്കൽ. ഇന്ന് രാത്രി കറണ്ട് പോകും പറഞ്ഞപ്പം ഞാൻ രാത്രി തേച്ച് വെച്ചതാണ് കേട്ടോ യൂണിഫോമൊക്കെ. അങ്ങനെ മെഷീൻ ഇട്ടിട്ടുണ്ട്. കറണ്ട് പോകും പറഞ്ഞപ്പോഴേ പെട്ടെന്ന് അത് കഴിഞ്ഞ് അത് ഇട്ടതാണ് അലക്കാനുള്ളത്. പിന്നെ നമ്മൾ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ചായക്ക് കടി ഉണ്ടാക്കാൻ മാവുണ്ട് കേട്ടോ. ദോശമാവുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ, അതെടുക്കണം. ദോശമാവുണ്ട്, കുറച്ച് തണുക്കട്ടെ. സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ള സോയാബീൻ ചുടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് തുടങ്ങട്ടോ. അങ്ങനെ നമ്മളെ ചോറ് വെന്തോ. നല്ല മഴയാണ് പുറത്ത്. നല്ല മഴ വെച്ചാൽ നല്ല മഴ, അടിപൊളി മഴ ഉണ്ട്. കണ്ടോ ഗൈസ്, നല്ല മഴ, അടിപൊളി മഴയാണ് കേട്ടോ. ലച്ചുമ്മ കേട്ടോ, ഓള് എണീറ്റ് ഓളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിച്ച് മദ്രസക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഈ മഴ കുറച്ചൊന്ന് തോരട്ടെ എന്നിട്ട് പോവാന്ന് പറഞ്ഞതാ. സോയാബീൻ റെഡിയാക്കാനുള്ള പാത്രം ഈ ഒരു പാനാണ് അടുപ്പത്താട്ട്. നല്ല തീയുണ്ട് കണ്ടോ നമ്മൾ. വെറുതെ എന്തിനാ ഗ്യാസ് നമുക്ക് പോകുന്നത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ തന്നെ വെക്കലാണ്. സോയാബീൻ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് കണ്ട് ഞാനൊരു അരമണിക്കൂർ വെച്ചിരുന്നു കേട്ടോ. അത് ഇനി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അങ്ങനെ നമ്മളെ രാവിലത്തെ പോലെ ഒരുക്കങ്ങളും മദ്രസ് വിട്ട് വന്നിട്ട് സ്കൂൾക്കൊക്കെ റെഡിയായി പോവാണ് കേട്ടോ. യൂണിഫോം ഇടൽ തുടങ്ങിയിട്ടില്ല, യൂണിഫോം കിട്ടിയിട്ടില്ല. അപ്പം അത് തുടങ്ങിയിട്ടില്ല. അതുവരെ കളർ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. ഇന്നലെയൊക്കെ പിന്നെ ഓള് കഴിഞ്ഞ പ്രാവശ്യത്തെ യൂണിഫോം ഇട്ട് പോയപ്പോൾ ഇന്ന് കളർ ഡ്രസ്സാണ് പറഞ്ഞിട്ട് ഇന്ന് കളർ ഡ്രസ്സ് ഇട്ടാണ് പോയത്. ഓല് പോകുമ്പോൾ തന്നെ തന്നൂനെ അംഗൻവാടിയിലാക്കിയിട്ടാണ് പോകും കേട്ടോ. ഓല് ഇവിടെ തന്നെയാണല്ലോ അംഗൻവാടി. ഓല് പോകുമ്പോൾ മോളവിടെ ആക്കിയിട്ട് ഓലങ്ങനെ പോകും. മറ്റേത് മൂത്തച്ഛൻ്റെ മോളാണ് കേട്ടോ. ഓല് ഒരുമിച്ചാണ് പോകല്. അങ്ങനെ ഓല് അംഗൻവാടിയിലും സ്കൂളിലൊക്കെ പോയി. ഇനി നമുക്ക് നമ്മളെ പണി തുടങ്ങാം. വലൈക്കും സലാം.
മക്കളെ പറഞ്ഞയക്കലും കുളിയും അടുക്കളയത്തെ പണിയും തിരുമ്പലും കുളിച്ചലും തുടക്കലും വീട് വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സമയം എത്രയൊക്കെ സമയം 1 മണി. നല്ല മഴയാണ് കഴിച്ചു. നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളം വരുന്നുണ്ടോ? അടിപൊളി തോട്ടിൽ നിന്ന് വരുന്ന പോലെ വരുന്നുണ്ട്. അങ്ങനെ എൻ്റെ കുളിയും നനയും നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് ഞാൻ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. നമ്മൾ ഒറ്റക്കല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്ക് ഇറച്ചി പോയി നീന്തുന്ന ആവശ്യം ഇല്ല. മക്കൾക്ക് വെച്ച് സോയാബീൻ്റെ ചട്ടിയുണ്ട് ഇവിടെ, പിന്നെ ഒരു മുട്ടയും. അടിപൊളിയായിട്ട് നമുക്ക് അതന്നെ മതി ചോറുണ്ടാൻ. അങ്ങനെ മുട്ട വയ്ക്കാൻ പോവാണ്. ചിക്കൻ ഇറക്കി കിട്ടാൻ പറയും. ഇനി നമുക്ക് കഴിക്കട്ടോ. കുട്ടികളും ഇല്ല, ആരും ഇല്ല, നമ്മൾ ഒറ്റക്ക് തന്നെ ഉള്ളൂ. ഒരു 3:30 ആയാൽ തന്നൂസ് എത്തും, 4:30 ആയാൽ ലച്ചുമ വരും, 4:45 ആയാൽ മോളൂസ് വരും. ഓരോരുത്തരിങ്ങനെ എത്തും ഇൻഷാ അല്ലാഹ്. അപ്പം നമുക്ക് ചോറുന്നിട്ട് കാണാം കേട്ടോ. വൈകുന്നേരമായി. തന്നൂസ് അംഗൻവാടി ഇട്ടുന്നു. അടിപൊളി കലത്തപ്പും ചായയാണ് കേട്ടോ. നമുക്ക് വൈകുന്നേരത്തിന് കലത്തപ്പും ചായയാണ് ഗൈസ്. അടിപൊളി, നല്ല ആരൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കളറ് കുറച്ച് കുറവാണ്, കാരണം ഒരു വെള്ള ശർക്കര ഉണ്ടാവുമല്ലോ, ഇതായിരിക്കാം. അപ്പം എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? അങ്ങനെ എത്രയൊക്കെയാണ് കേട്ടോ നമ്മൾ വൈകുന്നേരം ചായയൊക്കെ കുടിച്ച് സ്കൂളിട്ടെന്ന് അടുത്ത് നോക്കലൊടുങ്ങി. തന്നൂനെന്താ പണി? ബെൽറ്റ് ഇടുക. ബെൽറ്റ് കൗത്തിലിടല്ലേ? അപ്പോൾ വീഡിയോ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനോ പറയാനോ, അല്ലെങ്കിൽ കമൻറ്റ് ഇഷ്ടമായിരുന്നെങ്കിൽ ഒരു ഹാർട്ട് തന്നെയെങ്കിലും, അല്ല സോറിൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഒരു ഹാർട്ട് തന്നെയെങ്കിലും ഒരു ലൈക്ക് തന്നെയെങ്കിലും ഇട്ടിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.